ശാന്തി 10-5-26 പ്രഭാതമുരളി അവ്യക്ത ബാബ്ദാദ റിവൈസ് 30-1-2010 മധുബൻ. 4 സബ്ജക്റ്റിലും സ്വമാനത്തിൻ്റെ അനുഭവി സ്വരൂപമായി അനുഭവത്തിൻ്റെ അതോറിറ്റിയെ കാര്യത്തിൽ വിനിയോഗിക്കൂ. ഇന്ന് ബ്രാഹ്മണ ലോകത്തിൻ്റെ രചയിതാവായ ബാബ്ദാദ തൻ്റെ 4 ഭാഗത്തുമുള്ള ബ്രാഹ്മണ ലോകത്തെ നോക്കുകയാണ്. ഓരോ ബ്രാഹ്മണനും മുഴുവൻ ലോകത്തിലും വിശേഷ ആത്മാവാണ്. കോടിയിൽ ചിലരാണ്. കാരണം സാധാരണ ശരീരത്തിൽ വന്ന ബാബയെ തിരിച്ചറിഞ്ഞു. ബാബ്ദാദയും ഹൃദയത്തിൽ ലയിച്ചു ചേരുന്ന കുട്ടികൾക്ക് ഹൃദയപൂർവം ഹൃദയത്തിൽ നിന്നുള്ള സ്നേഹം നൽകുകയാണ്. ഓരോ കുട്ടിയും സ്വയം ഇങ്ങനെ ബാബയ്ക്ക് പ്രിയപ്പെട്ടവരും ഹൃദയത്തിൽ ബാബ ലയിച്ചിരിക്കുന്നതായും അനുഭവിക്കുന്നു. ബാബയെ സംബന്ധിച്ച് ഓരോ കുട്ടിയും അതിപ്രിയമാണ്. സർവർക്കും പ്രിയപ്പെട്ടവരാണ്. സർവ ആത്മാക്കളെ പ്രതിയും നിങ്ങളെല്ലാ കുട്ടികളുടെയും ചലഞ്ച് ഇതാണ്: നമ്മൾ യോഗി ജീവിതം ഉള്ളവരാണ്. കേവലം യോഗം ചെയ്യുന്നവരല്ല, എന്നാൽ യോഗി ജീവിതം ഉള്ളവർ. ജീവിതം 2-4 മണിക്കൂറിൻ്റേതല്ല. ജീവിതം സദാകാലത്തേക്കുള്ളതാണ്. അപ്പോൾ നടക്കുമ്പോഴും ചുറ്റി സഞ്ചരിക്കുമ്പോഴും കർമ്മം ചെയ്യുമ്പോഴും യോഗി ജീവിതമുള്ള നിരന്തര യോഗിയാണ്. യോഗത്തിലിരിക്കുകയാണെങ്കിലും ഏതെങ്കിലും കർമ്മം ചെയ്യുമ്പോഴാണെങ്കിലും കർമ്മയോഗിയാണ്. ജീവിതത്തിൻ്റെ ലക്ഷ്യം തന്നെ സദാ യോഗി എന്നതാണ്. ഇങ്ങനെയുള്ള തൻ്റെ യോഗി ജീവിതവും നാച്ചുറൽ ജീവിതവും അനുഭവിക്കുന്നുണ്ടോ? ബാബ്ദാദ ഓരോ കുട്ടിയുടെയും മസ്തകത്തിൽ തിളങ്ങുന്ന ഭാഗ്യം കാണുന്നു. എന്താണ് കാണുന്നത്? എൻ്റെ ഓരോ കുട്ടിയും സ്വമാനധാരിയും സ്വരാജ്യ അധികാരിയുമാണ്. എന്തുകൊണ്ട്? എവിടെ സ്വമാനമുണ്ടോ അവിടെ ദേഹാഭിമാനം വരിക സാധ്യമല്ല. ആദ്യം മുതൽ അന്തിമം വരെ, ഇപ്പോൾ വരെയും ബാബ്ദാദ ഓരോ കുട്ടിക്കും ഭിന്ന ഭിന്ന സ്വമാനങ്ങൾ നൽകിയിട്ടുണ്ട്. അഥവാ ഇപ്പോഴും സ്വമാനങ്ങളെ ഓർമ്മിക്കുകയാണെങ്കിൽ ഓരോരോ സ്വമാനത്തിൻ്റെ മാല തിരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ അനേകം സ്വമാനങ്ങളുടെ സ്വരൂപമായി സ്വമാനത്തിൽ ലൗലീനാകും. എന്നാൽ ബാബ്ദാദയ്ക്ക് കുട്ടികളുടെ ഒരു കാര്യം ഇപ്പോൾ വരെയും നല്ലതായി തോന്നുന്നില്ല. അത് ഏതാണെന്ന് അറിയാമോ? നമുക്ക് സ്വമാനത്തിൽ സ്ഥിതി ചെയ്യുന്നതിൽ ഇടയ്ക്കിടയ്ക്ക് പ്രയത്നം തോന്നുന്നു. ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ ഇടയ്ക്കിടയ്ക്ക് പ്രയത്നം തോന്നുന്നു എന്ന് എപ്പോഴാണോ ഏതെങ്കിലും കുട്ടി പറയുന്നത്, അപ്പോൾ സർവശക്തിമാനായ ബാബയ്ക്ക് കുട്ടികളുടെ പ്രയത്നം കാണുവാനാകില്ല. കാരണം എവിടെ സ്നേഹമുണ്ടോ അവിടെ പ്രയത്നം ഉണ്ടായിരിക്കില്ല. എവിടെ പ്രയത്നമുണ്ടോ അവിടെ സ്നേഹത്തിൽ കുറവുണ്ട്. ഇന്ന് അമൃതവേളയിൽ ബാബ്ദാദ 4 ഭാഗത്തുമുള്ള ബ്രാഹ്മണരുടെ അടുക്കൽ ദേശത്തുള്ളവരായാലും വിദേശത്തുള്ളവരായാലും ചുറ്റി സഞ്ചരിച്ചു. എന്താണ് കണ്ടത്? ചില കുട്ടികൾ സ്വമാനത്തിൽ ഇരിക്കുന്നു, ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു, ഞാൻ ബാബ്ദാദയുടെ ഹൃദയ സിംഹാസനസ്ഥനാണ്. ചിന്തിക്കുകയും ചെയ്യുന്നു, സ്വമാനത്തിൽ സ്ഥിതി ചെയ്യുന്നതിൻ്റെ പുരുഷാർത്ഥവും ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നാൽ എന്ത് കുറവാണ് കണ്ടത്? സ്വമാനം ഓർമ്മയുണ്ട്, ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു. എന്നാൽ സ്വമാന സ്വരൂപമായി അനുഭവി മൂർത്തിയായി അനുഭവത്തിൻ്റെ അതോറിറ്റി സ്വരൂപം ആകുന്നതിൽ കുറവ് കാണപ്പെട്ടു. കാരണം അതോറിറ്റി വളരെയധികമുണ്ട്. എന്നാൽ ഏറ്റവും വലിയ അതോറിറ്റി
അനുഭവത്തിൻ്റെ അതോറിറ്റിയാണ്. ഈ സ്വമാനത്തിൻ്റെ അനുഭൂതി ഓൾമൈറ്റി അതോറിറ്റിയാണ് നൽകിയത്. അപ്പോൾ പ്രയത്നിച്ചു കൊണ്ടിരിക്കുകയാണ്, എന്നാൽ അനുഭവ സ്വരൂപം ആയിട്ടില്ല. അപ്പോൾ ബാബ്ദാദ ഇതാണ് കണ്ടത്. ഇരിക്കുന്നുണ്ട്, ചിന്തിക്കുന്നുമുണ്ട്, പക്ഷേ അനുഭവ സ്വരൂപം ചിലർ മാത്രമാണ്. അനുഭവത്തിൽ ഏത് പ്രകാരത്തിലുള്ള ദേഹാഭിമാനം അല്പം പോലും അതിൻ്റെ നേർക്ക് ആകർഷിക്കുക സാധ്യമല്ല. അപ്പോൾ അനുഭവ സ്വരൂപമായി മാറണം. കർമ്മം ചെയ്യുമ്പോഴും കർമ്മയോഗിയുടെ അനുഭവ സ്വരൂപത്തിൽ മുഴുകണം. ഇപ്പോൾ ഇതിൻ്റെ ആവശ്യകത കൂടുതലുണ്ട്. സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യണം. ഓരോ കാര്യത്തിലും ഓരോ സബ്ജക്റ്റിലും അനുഭവി സ്വരൂപം ആകണം. ജ്ഞാനമായാലും യോഗമായാലും ധാരണയായാലും സേവനമായാലും 4 സബ്ജക്റ്റിലും അനുഭവ സ്വരൂപം ആകണം. അനുഭവിയെ മായയ്ക്കും കുലുക്കാൻ സാധിക്കില്ല. അതിനാൽ ബാബ്ദാദ ഇന്ന് എല്ലാ കുട്ടികളെയും അനുഭവി സ്വരൂപമായി കാണുവാൻ ആഗ്രഹിക്കുന്നു. കേൾക്കുന്നതും ചിന്തിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. എന്നാൽ അനുഭവി സ്വരൂപം ആകണം. എന്ത് ചിന്തിച്ചുവോ, ഏത് സ്വമാനത്തിൽ സ്ഥിതി ചെയ്യാൻ ആഗ്രഹിച്ചുവോ അതിൻ്റെ അനുഭവ സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യണം. അനുഭവിയെ ആർക്കും കുലുക്കുവാൻ സാധിക്കില്ല. കാരണം സ്വമാനവും ദേഹബോധവും. എവിടെ സ്വമാന സ്വരൂപമുണ്ടോ, സ്വമാനത്തിൻ്റെ അനുഭവത്തിൽ സ്ഥിതി ചെയ്യുന്നുവോ അവിടെ ദേഹബോധത്തിന് വരാൻ സാധിക്കില്ല. ഏതുപോലെ നോക്കൂ, അന്ധകാരമുള്ളപ്പോൾ താങ്കൾ പ്രകാശത്തിൻ്റെ സ്വിച്ച് ഓൺ ചെയ്യൂ. അപ്പോൾ അന്ധകാരം ഓട്ടോമാറ്റിക്കലി അപ്രത്യക്ഷമാകും. അന്ധകാരത്തെ മായ്ക്കുന്നതിന്, അന്ധകാരത്തെ ഓടിക്കുന്നതിന് പ്രയത്നിക്കേണ്ടി വരുന്നില്ല. അതേപോലെ തന്നെ എപ്പോഴാണോ സ്വമാനത്തിൻ്റെ സീറ്റിൽ അനുഭവത്തിൻ്റെ സ്വിച്ച് ഓൺ ആയിരിക്കുന്നത്, അപ്പോൾ ഒരു പ്രകാരത്തിലുമുള്ള ദേഹബോധത്തിന് ഭിന്ന ഭിന്ന പ്രകാരത്തിലുള്ള ദേഹബോധവുമുണ്ട്. ഭിന്ന ഭിന്ന പ്രകാരത്തിലുള്ള സ്വമാനവും ബാബ നൽകിയിട്ടുണ്ട്. സ്വമാനത്തെക്കുറിച്ച് അറിയാം, പുരുഷാർത്ഥവും ചെയ്യുന്നുണ്ട്. എന്നാൽ അനുഭവത്തിൻ്റെ പുരുഷാർത്ഥം ചെയ്യുന്നതും അനുഭവി സ്വരൂപം ആകുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അതിനാൽ പ്രയത്നിക്കേണ്ടി വരുന്നു. അപ്പോൾ ബാബ്ദാദയ്ക്ക് ഇപ്പോൾ സമയമനുസരിച്ച് ബാബ് സമാൻ ആകുന്നതിൻ്റെ ലക്ഷ്യം സമ്പന്നമാകുന്നതിനുള്ള സമയത്ത് ഈ പ്രയത്നം ചെയ്യുന്നത് നല്ലതായി തോന്നുന്നില്ല. ഓരോ കുട്ടിയും സ്വയം തന്നെ ചെക്ക് ചെയ്യൂ. ഞാൻ കർമ്മയോഗി ജീവിതം നയിക്കുന്നവനാണോ? ജീവിതം നാച്ചുറലും സദാകാലത്തേതുമായിരിക്കും, ഇടയ്ക്കിടയ്ക്കുള്ളതല്ല. ഇങ്ങനെയുള്ള അനുഭവി സ്വരൂപമാകൂ. അതായത് യോഗി ജീവിതത്തിൻ്റെ ഏതൊരു ലക്ഷ്യമാണോ ഉള്ളത്, അനുഭവി മൂർത്തി ആകുന്നതിൻ്റെ ഏതൊരു ലക്ഷ്യമാണോ ഉള്ളത്, ആ ലക്ഷ്യം സമ്പന്നമാണോ? സദാ മസ്തകത്തിൽ നിന്നും തിളങ്ങുന്ന ലൈറ്റ് സ്വയം തനിക്കും അനുഭവപ്പെടണം. സ്വയവും ആ സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യണം. സ്മൃതി സ്വരൂപം ആകണം. സ്മരിക്കുന്നവരല്ല, സ്മൃതി സ്വരൂപം ആകണം. സ്മൃതി സ്വരൂപമാണോ അതോ അല്ലയോ എന്നതിൻ്റെ തെളിവ് ഇതാണ്. എവിടെ സ്മൃതിയുടെ അനുഭവി സ്വരൂപമാണോ അവിടെ സ്വയം തന്നിൽ സമർത്ഥി അഥവാ ശക്തി ഓരോ കാര്യം ചെയ്യുമ്പോഴും അനുഭവപ്പെടും. കാര്യം ഭിന്ന ഭിന്നമായിരിക്കും, എന്നാൽ അനുഭവ സ്വരൂപത്തിൻ്റെ സ്ഥിതി ഭിന്ന ഭിന്നം ആയിരിക്കരുത്. എന്തുകൊണ്ട് പ്രയത്നിക്കേണ്ടി വരുന്നു എന്നത് ഇന്ന് ബാബ്ദാദ നോക്കി. അനുഭവ സ്വരൂപം ആകുന്നതിൽ നമ്പർ വൈസ് പുരുഷാർത്ഥം അനുസരിച്ചാണ് കണ്ടത്.
ബാബ്ദാദയ്ക്ക് ഓരോ കുട്ടിയോടും ആഴത്തിലുള്ള സ്നേഹമുണ്ട്. അപ്പോൾ സ്നേഹമുള്ളവരുടെ പ്രയത്നം കണ്ടു നിൽക്കാൻ ആകില്ല. ഏതൊരു സബ്ജക്റ്റിലാണോ പ്രയത്നിക്കേണ്ടി വരുന്നത്, ഇടയ്ക്കിടയ്ക്ക് എന്ന വാക്ക് ഉപയോഗിക്കേണ്ടി വരുന്നു. ഇതിൻ്റെ കാരണമാണ് അനുഭവി സ്വരൂപം ആകുന്നതിലുള്ള കുറവ്. പുരുഷാർത്ഥിയാണ്, എന്നാൽ സ്വരൂപം ആയിട്ടില്ല. ഒരു സെക്കൻഡിൽ 4 സബ്ജക്റ്റിലും തൻ്റെ സ്വമാനത്തിൻ്റെ അനുഭവി സ്വരൂപത്തിൻ്റെ അനുഭൂതി ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. ദേഹാഭിമാനത്തിന് സമീപത്ത് വരാൻ സാധിക്കാത്ത വിധം. ഏതുപോലെ പ്രകാശത്തിൻ്റെ മുന്നിൽ അന്ധകാരത്തിന് നിലനിൽക്കാൻ കഴിയില്ല, മാറ്റേണ്ടി വരുന്നില്ല. നാച്ചുറലായി എവിടെ അന്ധകാരമുണ്ടോ അവിടെ പ്രകാശം കുറവാണ്, അല്ലെങ്കിൽ ഇല്ല. അപ്പോൾ ഏറ്റവും വലുതിലും വലിയ അതോറിറ്റിയായി അനുഭവമാണ് പാടപ്പെട്ടിട്ടുള്ളത്. അനുഭവത്തെ ആയിരക്കണക്കിന് ആൾക്കാർ മാറ്റാൻ ശ്രമിച്ചാലും മാറ്റാൻ സാധിക്കില്ല. ഏതുപോലെ നിങ്ങളെല്ലാവരും പഞ്ചസാരയുടെ അനുഭവം ചെയ്തു നോക്കിയിട്ടുണ്ട്, ഇത് മധുരമുള്ളതാണെന്ന്. അഥവാ ആയിരക്കണക്കിന് ആൾക്കാർ താങ്കളെ മാറ്റുവാൻ ആഗ്രഹിച്ചാലും മാറ്റാൻ സാധിക്കുമോ? അപ്പോൾ ഏതൊരു സബ്ജക്റ്റായാലും, ജ്ഞാനത്തിൻ്റേതാകട്ടെ, യോഗത്തിൻ്റേതാകട്ടെ, ധാരണയുടേതാകട്ടെ, സേവനത്തിൻ്റേതാകട്ടെ, ഏതിലായാലും 4 കാര്യങ്ങളിൽ ഒന്നിലെങ്കിലും പ്രയത്നം തോന്നുന്നുവെങ്കിൽ തീർച്ചയായും അനുഭവത്തിൻ്റെ കുറവുണ്ട്. സേവനത്തിൻ്റെ സഫലതയിൽ, ധാരണയിൽ, സ്വഭാവ സംസ്കാരത്തിൻ്റെ പരിവർത്തനത്തിൽ, യോഗത്തിലും അചഞ്ചലമായി ഇരിക്കുന്നതിൽ, യോഗി ജീവിതത്തിൻ്റെ അനുഭൂതി ചെയ്യുന്നതിൽ എവിടെ പ്രയത്നമുണ്ടോ, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് എന്ന് പറയുന്നുവോ, എങ്കിൽ ഇതിൻ്റെ അർത്ഥമാണ് ആ സബ്ജക്റ്റിൽ താങ്കൾ അനുഭവി മൂർത്തി ആയിട്ടില്ല എന്നാണ്. അനുഭവം ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന ഒന്നല്ല, നാച്ചുറൽ നേച്ചറാണ്. അതിനാൽ ഇപ്പോൾ കേട്ടുവോ പ്രയത്നത്തിൻ്റെ കാരണം എന്താണെന്ന്? താങ്കൾക്ക് ഈ ഒരു അനുഭവം ഉണ്ടായിരിക്കും. അതായത് ഏത് സമയത്താണോ അനുഭവത്തിൻ്റെ സീറ്റിൽ സെറ്റായിരുന്ന് ഏതെങ്കിലും വരദാനത്തിൻ്റെ സ്വരൂപത്തിൽ അനുഭവിയായി അനുഭവം ചെയ്യുന്നത്, അപ്പോൾ ആ സമയത്ത് പ്രയത്നിക്കേണ്ടി വരുന്നില്ല, നാച്ചുറലായി അനുഭൂതി ഉണ്ടാകുന്നു. അതിനാൽ ഇപ്പോൾ സമയമനുസരിച്ച് എല്ലാം പെട്ടെന്ന് നടക്കേണ്ടതുണ്ട്. പറഞ്ഞു തന്നിട്ടല്ല സംഭവിക്കേണ്ടത്. ഏതുപോലെ ഇപ്പോൾ പ്രകൃതിയുടെ കാര്യങ്ങളിലും അപ്രതീക്ഷിതം എന്നതിൻ്റെ കളി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞു. പുതിയ പുതിയ കാര്യങ്ങൾ അപ്രതീക്ഷിതമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതുപോലെ എർത്ത് ഉണ്ടായി. ചുരുങ്ങിയ സമയത്തിൽ ലക്ഷക്കണക്കിന് ആത്മാക്കൾ പോയി. നമ്മൾ നാളെ ഉണ്ടായിരിക്കുമോ അതോ ഇല്ലയോ എന്ന് അവർക്ക് അറിയാമായിരുന്നുവോ? ഇതേപോലെ പല ആക്സിഡൻറ്റ് ഭിന്ന ഭിന്ന സ്ഥാനങ്ങളിൽ അപ്രതീക്ഷിതമായി ഉണ്ടാകുന്നത് ആരംഭിച്ചു കഴിഞ്ഞു. ഒരുമിച്ച് ഒരേ സമയത്ത് അനേകം പേരുടെ ടിക്കറ്റ് കട്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സമയത്ത് താങ്കൾ എവർ റെഡിയാണോ? പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നില്ലല്ലോ. എവർ റെഡി എന്നാൽ അർത്ഥം ഏതൊരു വരദാനത്തിൻ്റെയോ സ്വമാനത്തിൻ്റെയോ സങ്കല്പമെടുത്തുവോ സ്വരൂപമായി മാറുകയും ചെയ്തു. അതിനാൽ ബാബ്ദാദ ഇന്ന് ഈ കാര്യത്തിന്മേൽ അറ്റൻഷൻ വരുത്തുകയാണ്. ഏതെങ്കിലും വരദാനത്തെ ഫലവത്താക്കി വരദാനത്തിൻ്റെ അല്ലെങ്കിൽ സ്വമാനത്തിൻ്റെ സ്വരൂപത്തിൻ്റെ അനുഭവിയാകുവാൻ സാധിക്കുമോ? ആകേണ്ടി തന്നെ വരും. പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. അഥവാ പരിശ്രമിക്കണമെങ്കിൽ പോലും ഇപ്പോൾ മുതൽ ആകണം. കാരണം വളരെയധികം സമയത്തെ അഭ്യാസമാണ് വേണ്ട സമയത്ത് സഹായം നൽകുന്നത്. പുരുഷാർത്ഥിയല്ല, അനുഭവിയാകണം. കാരണം അനുഭവത്തിൻ്റെ അതോറിറ്റി
നിങ്ങൾക്കേവർക്കും ഓൾമൈറ്റി അതോറിറ്റി നൽകിയിട്ടുണ്ട്. ഏതുപോലെ ദേഹബോധത്തിൻ്റെ അനുഭവിയാണ്, അപ്പോൾ ഞാൻ ഇന്നയാളാണ് എന്ന് ദേഹബോധത്തെ ഓർമ്മിക്കേണ്ടി വരുന്നുണ്ടോ? ഇങ്ങനെ വിചാരിക്കൂ, താങ്കളുടെ പേര് ദേഹത്തിന് നൽകപ്പെട്ടതാണ്. അപ്പോൾ ഞാൻ ഇന്നയാളാണ് എന്ന ദേഹാഭിമാനം ഉണ്ടായല്ലോ. അഥവാ ആയിരക്കണക്കിന് ആൾക്കാർ പോലും താങ്കളോട് താങ്കൾ ഇന്നയാളല്ല, താങ്കൾ ഇതാണ് എന്ന് പേര് മാറ്റി പറയുകയാണെങ്കിൽ താങ്കൾ അംഗീകരിക്കുമോ? തൻ്റെ പേര് മറക്കുമോ? ജന്മമെടുത്തപ്പോൾ ലഭിച്ച പേരും ആ ദേഹബോധവും എത്ര ഉറച്ചതും നാച്ചുറലും ആയിരിക്കുന്നു. മറ്റാരെങ്കിലും താങ്കളുടെ പേരിൽ വിളിച്ചുവെങ്കിൽ താങ്കളെ അല്ല വിളിച്ചത്, എന്നാൽ താങ്കളുടെ പേരുള്ള ആളെയാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത് എന്നിരിക്കട്ടെ. താങ്കളുടെ പേര് കാത് കേൾക്കുമ്പോൾ തന്നെ അറ്റൻഷൻ പോകും, എന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന്. അപ്പോൾ ദേഹബോധവും ഇത്രയും ഉറച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇതേപോലെ ദേഹി അഭിമാനി, സ്വമാനധാരി, സ്വരാജ്യ അധികാരി എന്നത് ഇത്രയും ഉറച്ചത് ആകണം. താങ്കൾ പറയുന്നുണ്ടല്ലോ നമ്മുടെ ജീവിതം പരിവർത്തനപ്പെട്ടുവെന്ന്. അപ്പോൾ എന്ത് പരിവർത്തനമാണ് നടത്തിയത്? ദേഹബോധത്തിൽ നിന്നും സ്വമാനത്തിലേക്ക്, സ്വരാജ്യ അധികാരിയായി മാറി. അപ്പോൾ ചെക്ക് ചെയ്യൂ, ജ്ഞാനസ്വരൂപം ആയോ അതോ ജ്ഞാനം കേൾക്കുകയും കേൾപ്പിക്കുകയും ചെയ്യുന്നവരാണോ ആയത്? ജ്ഞാനം എന്നാൽ നോളജ്. നോളജിൻ്റെ പ്രാക്ടിക്കൽ രൂപം ഇതാണ്. അതായത് നോളജിനെ പറയുന്നത് നോളജ് ഈസ് ലൈറ്റ്, നോളജ് ഈസ് മൈറ്റ് എന്നാണ്. അപ്പോൾ ജ്ഞാനസ്വരൂപം ആവുക എന്നാൽ ഏതൊരു കർമ്മം ചെയ്യുമ്പോഴും അത് ലൈറ്റും മൈറ്റും ഉള്ളതായിരിക്കും, യഥാർത്ഥം ആയിരിക്കും. ഇതിനെയാണ് ജ്ഞാനസ്വരൂപം ആവുക എന്ന് പറയുന്നത്. ജ്ഞാനം കേൾപ്പിക്കുന്നവരല്ല, ജ്ഞാനസ്വരൂപം ആകണം. യോഗസ്വരൂപം എന്നതിൻ്റെ അർത്ഥമാണ് കർമ്മേന്ദ്രിയ ജീത്ത് ആവുക. ഓരോ കർമ്മേന്ദ്രിയത്തിനു മേലെ സ്വരാജ്യധാരി. ഇതിനെയാണ് പറയുന്നത് യോഗം, അതായത് യുക്തിയുക്ത ജീവിതം. ഇങ്ങനെ അഥവാ ജ്ഞാനയോഗത്തിൻ്റെ സ്വരൂപമാണെങ്കിൽ ഓരോ ഗുണത്തിൻ്റെയും ധാരണ ഓട്ടോമാറ്റിക്കലി ഉണ്ടാകും. എവിടെ ജ്ഞാനവും യോഗവുമുണ്ടോ, യോഗയുക്തമാണോ, അവിടെ ഗുണങ്ങളുടെ ധാരണ ഓട്ടോമാറ്റിക്കലി ഉണ്ടാകും. സേവനം ഓരോ സമയത്തും ഓട്ടോമാറ്റിക്കായി നടക്കും. സമയമനുസരിച്ച് മനസ്സാ സേവനം ചെയ്യുകയാണെങ്കിലും വാച ചെയ്യുകയാണെങ്കിലും കർമ്മണ ചെയ്യുകയാണെങ്കിലും സ്നേഹ സംബന്ധത്തിൽ ചെയ്യുകയാണെങ്കിലും സേവനവും ഓരോ സമയത്തും അഖണ്ഡമായി നടന്നുകൊണ്ടിരിക്കും. സംബന്ധ സമ്പർക്കത്തിലും സേവനം നടക്കുന്നു. ഇങ്ങനെ വിചാരിക്കൂ, ബ്രാഹ്മണ പരിവാരത്തിലെ താങ്കളുടെ ഏതെങ്കിലും സഹോദരനോ സഹോദരിയോ ഒരൽപ്പം നിരാശമാണെങ്കിൽ, ഒരൽപ്പം പുരുഷാർത്ഥത്തിൽ ഡള്ളാണെങ്കിൽ, ഏതെങ്കിലും സംസ്കാരത്തിന് വശപ്പെട്ടിരിക്കുകയാണെങ്കിൽ, ഇങ്ങനെയുള്ള സമ്പർക്കത്തിലുള്ള ആത്മാവിന് താങ്കൾ ഉന്മേഷവും ഉത്സാഹവും വരുത്തിയെങ്കിൽ, സഹയോഗം നൽകിയെങ്കിൽ, സ്നേഹം നൽകിയെങ്കിൽ, ഇതും സേവനത്തിൻ്റെ പുണ്യമായി താങ്കൾക്ക് ശേഖരണം ഉണ്ടാകുന്നു. വീണുപോയവരെ എഴുന്നേൽപ്പിക്കുക എന്നത് പുണ്യമായി പാടപ്പെടുന്നു. അപ്പോൾ സംബന്ധ സമ്പർക്കത്തിലും സേവനം ചെയ്യുക എന്നത് സത്യമായ സേവാധാരിയുടെ കർത്തവ്യമാണ്. സേവനം ലഭിക്കുമ്പോഴോ സേവനം നൽകപ്പെടുമ്പോഴോ മാത്രമാണ് സേവനം എന്നത് പാടില്ല. സ്വയം മനസ്സ വാച കർമ്മണ സംബന്ധ സമ്പർക്കത്തിൽ സേവനം ഓട്ടോമാറ്റിക്കലി നടന്നുകൊണ്ടിരിക്കണം. പലപ്പോഴും ബാബ് ദാദ ഇത് കണ്ടിട്ടുണ്ട്. അതായത് സമ്പർക്കത്തിൽ ചില കുട്ടികൾ ഇങ്ങനെ കാണുകയും ചെയ്യുന്നു. അതായത് ഇവരുടെ
സ്വഭാവ സംസ്കാരം ഒരല്പം എന്താണോ ആയിരിക്കേണ്ടത് അതല്ല. എന്നാൽ ഇവർ ഇങ്ങനെ തന്നെയാണ്. ഇവർ മാറാൻ പോകുന്നവരല്ല. ഇവരുടെ സേവനം ചെയ്യുന്നത് ടൈം വേസ്റ്റാണ്. ഇങ്ങനെ സങ്കല്പിക്കുന്നത് യഥാർത്ഥമാണോ? നമ്മൾ പ്രകൃതിയെ പോലും സതോപ്രധാനം ആക്കുന്നവരാണ് എന്ന് താങ്കൾ കണക്കാക്കുന്നു എന്നിരിക്കെ, പ്രകൃതിയെയാണ്, അത് മനുഷ്യാത്മാവാണ്, ബ്രാഹ്മണൻ എന്ന് വിളിക്കപ്പെടുന്നു. പക്ഷേ സംസ്കാരത്തിന് വശപ്പെട്ടിരിക്കുകയാണ്. പ്രകൃതിയുടെ സംസ്കാരം മാറ്റുന്നതിൻ്റെ ചാലഞ്ച് ചെയ്തു എന്നിരിക്കെ, അതാകട്ടെ പ്രകൃതിയേക്കാൾ പുരുഷനാണ്, ആത്മാവാണ്, താങ്കളുടെ സംബന്ധത്തിലുള്ളവരാണ്. അപ്പോൾ സത്യമായ സേവാധാരി തൻ്റെ സേവനത്തിൻ്റെ പുണ്യം ശേഖരിക്കുന്നതിനായി ശുഭഭാവന തീർച്ചയായും വയ്ക്കും. ഇവർ ഇങ്ങനെ തന്നെയാണ്. ഇവർ മാറുക സാധ്യമേ അല്ല. ഇത് ശുഭഭാവനയല്ല. ഇത് സൂക്ഷ്മമായ വെറുപ്പിൻ്റെ ഭാവനയാണ്. ഏതായാലും താങ്കളുടെ സഹോദരി സഹോദരന്മാരാണ്. ഏതായാലും എൻ്റെ ബാബ എന്ന് പറയുന്നുവല്ലോ. അപ്പോൾ സത്യമായ സേവാധാരി ശുഭഭാവന നൽകുന്നതിൻ്റെ സേവനത്തിലും പുണ്യം സമ്പാദിക്കും. വീണവരെ വീഴ്ത്തുകയല്ല, എഴുന്നേൽപ്പിക്കണം, സഹയോഗം നൽകണം. ഇതിനെയാണ് സത്യമായ സേവാധാരി പുണ്യ ആത്മാവ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ സ്വയം തന്നെ ചെക്ക് ചെയ്യൂ. ഇത്രമാത്രം സേവനത്തിൻ്റെ ഉന്മേഷവും ഉത്സാഹവും ഉണ്ടോ? ഇതിനെയാണ് അനുഭവത്തിൻ്റെ അതോറിറ്റി ഉള്ളവർ എന്ന് പറയുന്നത്. അതിനാൽ ഇപ്പോൾ ബാബ്ദാദ ഇതാണ് ആഗ്രഹിക്കുന്നത്. അനുഭവി മൂർത്തി ആകൂ. അനുഭവത്തിൻ്റെ അതോറിറ്റിയെ കാര്യത്തിൽ വിനിയോഗിക്കൂ. 4 സബ്ജക്റ്റിലും ആരാണോ സ്വയം അനുഭവി സ്വരൂപമായി അനുഭവത്തിൻ്റെ അതോറിറ്റിയെ കാര്യത്തിൽ വിനിയോഗിക്കുന്നത്, ഏത് കുറവുണ്ടോ അതിനെ നികത്തുന്നത്, ഇത്രമാത്രം സ്വയം തൻ്റെ മേൽ അറ്റൻഷൻ നൽകുന്നത്, അവർ കൈ ഉയർത്തു. മനസ്സിൻ്റെ കൈയാണല്ലോ ഉയർത്തുന്നത്, ശരീരത്തിൻ്റെ കൈയല്ല. മനസ്സിൻ്റെ കൈ ഉയർത്തു. മനസ്സിൻ്റെ കൈ ഉയർത്തണം. കാരണം ബാബ്ദാദ ശിവരാത്രിക്ക് റിസൾട്ട് എടുക്കും. മനസ്സിൽ ആരുടെയെങ്കിലും കുറവിൻ്റെ സംസ്കാരം തൻ്റെ ശുഭഭാവനയെ കുറയ്ക്കരുത്. അവരുടെ സംസ്കാരം അയഞ്ഞതായിരിക്കാം, എന്നാൽ അത് ഇത്രമാത്രം പവർഫുള്ളാണ്. അതായത് അത് താങ്കളുടെ ശുഭഭാവനയെ കുറയ്ക്കുന്നു. അതിനാൽ ഏതുപോലെ ബ്രഹ്മബാബ എന്തെല്ലാം നോക്കിയില്ല, എന്തെല്ലാം ചെയ്തില്ല, ഉത്തരവാദിത്വം ഉണ്ടായിരുന്നിട്ടും അന്തിമത്തിൽ ശുഭഭാവനയുടെയും ശുഭകാമനയുടെയും 3 വാക്കുകളുടെ ശിക്ഷണം എല്ലാവർക്കും നൽകിയിട്ടാണ് പോയത്. ഓർമ്മയുണ്ടല്ലോ? 3 വാക്കുകൾ ഓർമ്മയുണ്ടല്ലോ? സ്വയവും നിരാകാരി, നിരഹങ്കാരി, നിർവികാരി. ഈ സ്ഥിതിയിൽ അവ്യക്തമായി ആർക്കും തന്നെ കർമ്മഭോഗത്തിൻ്റെ ഫീലിംഗ് നൽകിയില്ല. കർമ്മഭോഗം സമാപ്തമായിക്കൊണ്ടിരിക്കുകയാണ് എന്ന് ആരെങ്കിലും കരുതിയോ? എന്താണ് സംഭവിച്ചത്? അവ്യക്തമായി മാറി. ഇതേപോലെ ബ്രഹ്മബാബയ്ക്ക് സമാനം ഫരിഷ്താ ഭവ എന്ന വരദാനം ബാബ ചെയ്ത് കാണിച്ചു തന്നു. ഫോളോ ബ്രഹ്മബാബ. ഇതുപോലെ താങ്കൾ പറയുന്നു എൻ്റെ ബാബ. അപ്പോൾ ബാബ എന്ത് പറയുന്നു? എൻ്റെ കുട്ടികളാണ്. ഇങ്ങനെ ശുഭഭാവന പരസ്പരം പരിവാരത്തിലും ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. സ്വഭാവം നോക്കരുത്. ബാബയ്ക്കറിയാം ഭാവസ്വഭാവങ്ങളുണ്ട്. എന്നാൽ ഭാവസ്വഭാവങ്ങൾ സ്നേഹത്തെ ഇല്ലാതാക്കരുത്, സംബന്ധത്തെ ഇല്ലാതാക്കരുത്. കാര്യത്തിൻ്റെ സഫലതയെ കുറയ്ക്കുന്നത് റൈറ്റ് അല്ല, പരിവാരമാണ്. ഏതൊരു പരിവാരം? പ്രഭു പരിവാരം, പരമാത്മാ പരിവാരം. ഇതിൽ
യാതൊരു കാരണത്താലും സ്നേഹത്തിൻ്റെ കുറവുണ്ടാകുവാൻ പാടില്ല. സ്നേഹം എന്നാൽ ശുഭഭാവന തീർച്ചയായും ഉണ്ടായിരിക്കണം. എങ്ങനെയുള്ളവരായാലും പരമാത്മാവിൻ്റെ പരിവാരമാണ്. ഞാൻ പ്രഭുവിൻ്റെ പരിവാരത്തിലുള്ളതാണ് എന്ന് ആര് അംഗീകരിച്ചുവോ അപ്പോൾ പരിവാരം എന്നാൽ സ്നേഹം എന്നർത്ഥം. അഥവാ പരിവാരത്തിൽ സ്നേഹം ഇല്ലെങ്കിൽ പരിവാരം അല്ല. ഈ എല്ലാവരുടെയും പരമാത്മാ പരിവാരം ഒരേ ഒരു സമയത്ത് മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. ഇത്രയും വലിയ പരിവാരം പരമാത്മാവിനല്ലാതെ മറ്റാർക്കും ഉണ്ടാവുക സാധ്യമേ അല്ല. അപ്പോൾ ചെക്ക് ചെയ്യണം. കാരണം ഇതും പുരുഷാർത്ഥത്തിൽ വിഘ്നം ഉണ്ടാക്കുന്നു. അതിനാൽ എപ്പോഴാണോ വിഘ്നമുക്തം ആകുന്നത് അപ്പോഴാണ് അനുഭവിയായി അനുഭവത്തിൻ്റെ അതോറിറ്റിയിലൂടെ എല്ലാവരെയും അനുഭവിയാക്കി മാറ്റുന്നത്. ശരി, 4 ഭാഗത്തുമുള്ള കുട്ടികളെ ബാബ് ദാദ കണ്ട് സന്തോഷിച്ച് ഗീതം പാടുന്നു. ആഹാ കുട്ടികളെ ആഹാ. ഓരോ കുട്ടിയുടെയും ഹൃദയത്തിൽ ബാബയുണ്ട്. ബാബയുടെ ഹൃദയത്തിൽ ഓരോ കുട്ടിയും ഉണ്ട്. ഇവിടെ മധുബൻ നിവാസികളായ ഇത്രയും പരിവാരത്തെ കാണുമ്പോൾ ഈ ഒരു സന്തോഷവും ഉണ്ടാകുന്നു. ആഹാ മധുബൻ ആഹാ. എല്ലാവരുടെയും അസൈലം അഭയകേന്ദ്രം മധുബൻ തന്നെയാണ്. അതിനാൽ മധുബനിലേക്ക് ഓടി വരുന്നു. ഇപ്പോൾ ബാബയുടെ ആശ എന്താണോ അത് എത്രയും വേഗം പൂർത്തീകരിക്കണം. 4 സബ്ജക്റ്റിലും അനുഭവി സ്വരൂപം ആവുക തന്നെ വേണം. ബാബ് ദാദ ദേശത്തെയും വിദേശത്തെയും 4 ഭാഗത്തുമുള്ള കുട്ടികൾ എവിടെയിരിക്കുകയാണെങ്കിലും കണ്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും കണ്ട് എത്രമാത്രം ഹർഷിതമായിക്കൊണ്ടിരിക്കുന്നു. ഈ സാധനങ്ങൾ, ഈ സയൻസ് ഈ സമയത്ത് പുരോഗതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്തിലെയും പുതിയ ഇൻവെൻഷൻ ഉണ്ട്. എന്നാൽ താങ്കളുടെ നേട്ടത്തിന് വേണ്ടിയുള്ള നല്ല സാധനങ്ങൾ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. അകലെ ആയിരിക്കുമ്പോഴും കൂടെയുണ്ട്. അപ്പോൾ സയൻസിൻ്റെ മേഖലയിൽ ഉള്ളവർക്കും ആശംസകൾ. അവർ സാധനങ്ങൾ ഉണ്ടാക്കിയിരിക്കുകയാണ്. ശരി, വിദേശത്തെ എല്ലാ കുട്ടികൾക്കും വളരെയധികം ഹൃദയത്തിൽ നിന്നുള്ള സ്നേഹവും ഓർമ്മകളും സ്വീകരിച്ചാലും വിശേഷിച്ച് ഇങ്ങനെയുള്ള വിശേഷ കുട്ടികൾക്ക് നമസ്തേ. വരദാനം: നോളജിൻ്റെ ലൈറ്റിലൂടെ പുരുഷാർത്ഥത്തിൻ്റെ മാർഗത്തെ സഹജവും സ്പഷ്ടവുമാക്കുന്ന ഫരിഷ്ത സ്വരൂപമായി ഭവിക്കട്ടെ. ഫരിഷ്ത സ്ഥിതിയുടെ ലൈഫിൽ ലൈറ്റും മൈറ്റും രണ്ടും സ്പഷ്ടമായി കാണപ്പെടുന്നു. എന്നാൽ ലൈറ്റിൻ്റെയും മൈറ്റിൻ്റെയും രൂപം ആകുന്നതിനായി മനനം ചെയ്യുന്നതിൻ്റെയും സഹിക്കുന്നതിൻ്റെയും ശക്തി ആവശ്യമാണ്. മനസ്സിന് വേണ്ടി മനനശക്തിയും വാചാകർമ്മണയ്ക്ക് വേണ്ടി സഹനശക്തിയും ധാരണ ചെയ്യൂ. പിന്നെ ഏതൊരു വാക്ക് പറഞ്ഞാലും കർമ്മം ചെയ്താലും അത് അതിനനുസരിച്ചായിരിക്കും. അഥവാ ഈ 2 ശക്തികളുമുണ്ടെങ്കിൽ ഓരോരുത്തർക്കും പുരുഷാർത്ഥത്തിൻ്റെ മാർഗം സഹജവും സ്പഷ്ടവുമാകും. സ്ലോഗൻ: വ്യർത്ഥം സംസാരിക്കുക എന്നാൽ അനേകരെ ഡിസ്റ്റർബ് ചെയ്യുക എന്നാണ് അർത്ഥം. അവ്യക്ത സൂചന: സദാ അചഞ്ചലവും ആടാത്തതും ഏകരസവുമായ സ്ഥിതി അനുഭവിക്കൂ. കുട്ടികളായ താങ്കൾ മാസ്റ്റർ പ്രകൃതിപതിയാണ്. ഈ പ്രകൃതിയുടെ കളികൾ കണ്ട് ഹർഷിതമായിക്കൊണ്ടിരിക്കൂ. പ്രകൃതി ചഞ്ചലത ഉണ്ടാക്കിയാലും പ്രകൃതി സുന്ദരമായ കളി കാണിച്ചാലും രണ്ടിലും പ്രകൃതിപതിയായ ആത്മാക്കൾ സാക്ഷിയായി കളി നോക്കുന്നു. കളിയിൽ രസമെടുക്കുന്നു, ഭയപ്പെടുന്നില്ല. അതിനാൽ ബാബ് ദാദ തപസ്യയിലൂടെ സാക്ഷി അവസ്ഥയുടെ സ്ഥിതിയുടെ ആസനത്തിൽ അചഞ്ചലവും
ആടാത്തതും ആയി സ്ഥിരവുമായി ഇരിക്കുന്നതിൻ്റെ വിശേഷ അഭ്യാസം ചെയ്യിക്കുകയാണ്. ഓം ശാന്തി. സ്മൃതിതൻ സ്വരൂപമായി മാറേണം, ഉള്ളിൽ അറിവിൻ അനുഭൂതി നിറയേണം. ഓരോ നിമിഷവും ഓരോ ശ്വാസവും അനുഭവസ്വരൂപമായി മാറേണം. സ്മൃതിതൻ സ്വരൂപമായി മാറേണം, ഉള്ളിൽ അറിവിൻ അനുഭൂതി നിറയേണം. സ്വമാനത്തിൻ സിംഹാസനത്തിൽ സ്വരാജ്യത്തിനധികാരിയായിടേണം. സ്വമാനത്തിൻ സിംഹാസനത്തിൽ സ്വരാജ്യത്തിനധികാരിയായിടേണം. ഇരുളായി വരും ദേഹഭാവങ്ങളോരോന്നും അറിവിൻ ദീപ്തിയാൽ മാഞ്ഞിടണം. സമർപ്പിതൻ സ്വരൂപമായി മാറേണം, ഉള്ളിൽ അറിവിൻ അനുഭൂതി നിറയേണം. ഓരോ നിമിഷവും ഓരോ ശ്വാസവും